അവൻ കൂടെ തന്നെ ചെന്ന് ആ ബെഡിൽ അവരൊക്കെ നോക്കിയിട്ട് ഇത് ഈ കണ്ടീഷനല്ലേ, ഈ കിടത്തിയേക്കാൻ പറ്റില്ല, കൊണ്ടുവന്ന് ആ ബെഡിൽ കിടത്തിയിട്ട് ഇവരാരും വരണില്ല, ഒരു ട്രീറ്റ്മെൻറ്റിനും അവർ ഡോക്ടറും വരണില്ല, നഴ്സുമാർ വരണില്ല, ഒന്നും വരണില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത്. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചുമ്മാ കയറുക ഇറങ്ങുക പല ഒരിടത്ത് ചെല്ലുമ്പോൾ പറയും ഇവിടെയല്ല, അത് വേറൊരു ലാബിലാണ്. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടാതെ 64 വയസ്സുള്ള ഗിരിജാകുമാരി, തിരുവനന്തപുരം കുളത്തൂർ സ്വദേശിനിയായിട്ടുള്ള ഗിരിജാകുമാരി മരിച്ചു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇന്നലെ ഉച്ചയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് രാത്രി ഏതാണ്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിയില്ല. അതാണ് മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. മരിച്ച ഗിരിജാകുമാരിയുടെ ബന്ധു വീഡിയോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ശരിക്കും എന്താണ് സംഭവിച്ചത്? നമ്മളിവിടെ നിന്ന് ഒരു 1:30-2 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 1:30-2 ആയില്ല, അതിന് മുമ്പേ ഇവിടെ നിന്ന് കൊണ്ടുപോയി. നേരെ കാഷ്വാലിറ്റിയിൽ മെഡിക്കൽ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് കാഷ്വാലിറ്റി ചെന്നപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ ആള് അവശതയാണ്, ഇതായിപ്പോയി. പക്ഷെ ബോധമൊക്കെ ഉണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നെഞ്ചുവേദനയെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വിളിക്കുക, കാല് മടക്കാൻ പറ്റണില്ല, അങ്ങനെ കാലിലൊക്കെ തെരിപ്പ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മളവിടെ കൊണ്ടുവന്ന് സ്ട്രെച്ചർ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വന്ന് അതിൽ കയറ്റിയിട്ട് സ്ട്രെച്ചറിൽ കിടക്കൂല, സ്ട്രെച്ചറിന്ന് മറിഞ്ഞു കളയുന്നു. പിന്നെ നമ്മൾ പിടിച്ച് അപ്പുറം ആൾ നിന്ന് പിടിച്ചാണ് അകത്തുകൊണ്ട് കയറ്റിയത്. അകത്ത് കയറ്റി അവിടെ ചെന്നപ്പോൾ ഒരു കയറി ഉടനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് എല്ലാവരും റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ ECG എടുത്തിട്ട് പറഞ്ഞ് വേരിയേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റ് ആവില്ല, വേരിയേഷൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇല്ലല്ലോ, ഇത്രയും ഇതായിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിർത്തിയിട്ട് അവരുടനെ തന്നെ ഈ പേഷ്യൻറ്റിന് അപ്പോഴും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നെഞ്ചുവേദനയെന്ന് പറഞ്ഞ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പേഷ്യൻറ്റിനെ അവർ 3ാമത്തെ നിലയിൽ 14ാമത്തെ വാർഡിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നാൽ അവിടെ ബെഡ് പോലും സമയത്തില്ല. അല്ല, ഇപ്പോൾ ECG എടുത്തിട്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ മൂന്നാമത്തെ നിലയിൽ 14 വാർഡിലേക്ക് പോയി അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞോ? നമ്മളെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു, അങ്ങ് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവൻ ചെന്നിട്ട് സിസ്റ്റർ അവിടെ ചോദിച്ച് ആരെങ്കിലും ഡിസ്ചാർജ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന വാർഡിൽ ഇതിലൊരു ഡിസ്ചാർജ് ഉണ്ട്, അവിടെ പോകുമ്പോൾ അവൻ കൂടെ തന്നെ ചെന്ന് ആ ബെഡിൽ അവരൊക്കെ നോക്കിയിട്ട് ഇത് ഈ കണ്ടീഷനല്ലേ, ഈ കിടത്തിയേക്കാൻ പറ്റില്ല, കൊണ്ടുവന്ന് ആ ബെഡിൽ കിടത്തിയിട്ട് ഇവരാരും വരണില്ല, ഒരു ട്രീറ്റ്മെൻറ്റിനും അവർ ഡോക്ടറും വരണില്ല, നഴ്സുമാർ വരണില്ല, ഒന്നും വരണില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത്. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചുമ്മാ കയറുക ഇറങ്ങുക പല ഒരിടത്ത് ചെല്ലുമ്പോൾ പറയും ഇവിടെയല്ല, അത് വേറൊരു ലാബിലാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഇവിടെ ഇല്ല, ചെയ്യില്ല, അത് അവിടെ ചെല്ലണം. അങ്ങനെ അങ്ങോട്ട് വിട്ടിട്ട് അവരെ ഓട്ടിച്ചുകൊണ്ട് നടന്നു. അവസാനം തിരിച്ചു കൊണ്ട് വാർഡിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയണമെന്ന് വെച്ചാൽ വാർഡിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് 13ാമത്തെ നിലയിൽ കയറി ഇറങ്ങാൻ പറ്റില്ല, ഈ ബ്ലഡ് എടുക്കണവർ. ഞങ്ങൾക്കിപ്പം ഈ 3ാമത്തെ നിലയിലൊന്നും കയറി ഇറങ്ങാൻ പറ്റില്ല, നിങ്ങൾ ചെന്ന് പറയും, അല്ലെങ്കിൽ ബ്ലഡ് എടുത്തു തരാൻ പറയുന്നത്. അങ്ങനെ തിരിച്ചു ചെന്നപ്പോൾ പിന്നെ ഡോക്ടർ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് എഴുതി കൊടുത്ത്. അപ്പോഴത്തേക്ക് ഇത് സമയം കഴിഞ്ഞ് രാത്രി 12-1 മണി അങ്ങോട്ടൊക്കെ ആയി. ഉച്ചയ്ക്ക് 1:30 കൊണ്ടുപോകുന്നു, രാത്രി 2 മണിയാകുന്നു, നേരമാകുന്നു. അപ്പോഴാണ് ഈ ബ്ലഡിൻ്റെ ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരെടുക്കണില്ല. ഈ ഡോക്ടർ സ്ട്രോങ് ആയിട്ടൊക്കെ പറഞ്ഞ് പിന്നെ വന്നിട്ട് ശേഷമാണ് ഈ ബ്ലഡ് ഇവിടെ നമ്മളൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഇവരുടെ ഒരു ബന്ധു, മെഡിക്കലായിട്ട് നല്ല സ്വാതന്ത്ര്യമുള്ള പുള്ളി അങ്ങ് ചെന്നു. പുള്ളിക്ക് അവിടെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ നല്ല അടുപ്പമാണ്. പുള്ളി വിളിച്ചതിന് ശേഷമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത്. അത്രയും നേരം ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള ഇടപെടലുകളുടെ അലംഭാവമാണ് കാണിച്ചത്. ഇത്രയും സീരിയസ് ആയിട്ട് അവരൊന്നും ചെയ്യണില്ല. അവർ അവിടെ ബെഡിൽ കിടത്തിയിരുന്നു. എന്നിട്ട് വേറെ മരുന്നുകളോ ഒന്നും പിന്നെ ഇവിടെ നിന്ന് ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് പോയിട്ട് ഒരു മെഡിസിനും ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് 1:30 ഇവിടുന്ന് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്. രാത്രി 2 മണിയായപ്പോഴും കൃത്യമായിട്ട് ഒരു തവണ ECG എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വാർഡിലേക്ക് മാറ്റി. അതിനുശേഷം ഈ രോഗിയുടെ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ നിന്ന് കൊണ്ടുപോയി അതേ അവസ്ഥയാണ്. അവിടെ കിടക്കുമ്പോഴും കാഷ്വാലിറ്റി കിടക്കുമ്പോഴും ആള് വിളിച്ച് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നെഞ്ചുവേദന ഉണ്ട്. എന്നിട്ട് അവർ വേറെ ഒന്നും പറയണില്ല. അവരപ്പോഴങ്ങ് അവിടെ കാഷ്വാലിറ്റി നിന്ന് അവർക്ക് അങ്ങ് ഭയങ്കര പേഷ്യൻ്റ് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ല. അവരപ്പോഴങ്ങ് വാർഡിൽ ഇവിടെയാണ്, വാർഡിലേക്ക് എഴുതി കൊടുത്ത് അങ്ങ് വിട്ടു. വാർഡിൽ പിന്നെ ഇവർ എന്നെ കൊണ്ടുപോയി, ഞാൻ അങ്ങ് കയറിയില്ല, എന്നെ കയറ്റി വിട്ടില്ല. ഇവർ എന്നെ കൊണ്ടുപോയി. അതാ ഒരു പെണ്ണുങ്ങളും ഒരു പയ്യനും അവർ ഉരുട്ടി പല്ലച്ചാതി അവർ വാർഡ് പോലും പറഞ്ഞിട്ട് മരണം സംഭവിക്കുന്നത് 4 മണി, വെളുപ്പംകാലത്ത് 4 മണിയായി. കൃത്യമായിട്ട് ചികിത്സ ഒരുക്കാത്തതാണ് ഈ മരണത്തിന് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ചികിത്സയില്ലാത്തെന്ന് വെച്ചാൽ ഈ 2 മണിക്ക് കൊണ്ടുവന്ന പേഷ്യന്റിന് 2ാമത് അറ്റാക്ക് വരാൻ വേണ്ടി വരെ സമയം അവർ കൊടുത്തു. ആദ്യമേ ICUവിൽ കയറ്റിയിരുന്നെങ്കിൽ ഈ 2ാമത്തെ അറ്റാക്ക് വരില്ല. ഈ 2ാമത്തെ അറ്റാക്കിലാണ് മരിക്കണത്. ആദ്യത്തെ അറ്റാക്കിൽ അങ്ങ്
പോയി നിൽക്കുകയായിരുന്നു. ഈ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം എന്തായിരുന്നു? ഒന്നും പറഞ്ഞില്ല. അവർ ആള് മരിച്ചു, ICU മരിച്ചു, കയറ്റിയിട്ട് അത് അവർ ICU കയറ്റി മരിച്ചെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി മാത്രം ICU കയറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഇപ്പോൾ ലാസ്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോൾ കയറ്റിയിട്ട് വെക്കണത്. അപ്പോൾ നമ്മൾ ബ്ലഡ് റിസൾട്ട് വന്നപ്പോൾ അത് ഭയങ്കര ഓവറാണ് ബ്ലഡിൻ്റെ ഇത്. മകൻ അതിനുശേഷം സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആശുപത്രിക്കെതിരെ. അപ്പോൾ അതാണോ ഈ ഇങ്ങനെ ആശുപത്രിയുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നല്ലേ? ഇവിടെ വന്ന് എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ ഇങ്ങനെ അലംഭാവം ഉണ്ടാവുന്നു, ഡോക്ടർ ഇവരുടെ ആശുപത്രി ഒന്നും ചെയ്യണില്ല എന്നുള്ള. പിന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മറുപടിയോ റിപ്ലൈ എന്തെങ്കിലും തരത്തിലുണ്ടോ? ഒന്നും വന്നില്ല. ഇതുവരെ ഒന്നും നമ്മളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അവർ ICU കയറ്റി ആള് പോയി. പോലീസിലും ആരോഗ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ടോ? MLA വന്ന് MLA പറഞ്ഞിട്ടുണ്ട്. ഒന്നും പരാതി കൊടുത്താലും ഇവരെന്തിനു ചെയ്യും? ഇവരെന്ത് ചെയ്യാൻ പോണു? അതിങ്ങനെ ഒരു അന്വേഷണമെന്നും പറഞ്ഞ് അവിടെ ഇട്ടേക്കും, അത്ര തന്നെ. അല്ലാതെ ഇത് നമ്മളിപ്പോൾ ഇത് പറഞ്ഞു തരണത് തന്നെ നമുക്കിപ്പം ഇനി ഒരാളിനെങ്കിലും ഇത് വരരുത്. ഇനി ഒരു പേഷ്യൻ്റ് എന്നാലെങ്കിലും ഇവർ കാര്യമായിട്ട് നോക്കണം. ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കരുത്. കാരണം ഇപ്പം കാല് മുറിഞ്ഞ് ഒരു പനിയായിട്ട് ചെല്ലണവരെ പോലെയാണ് അവർ ഹാർട്ട് പേഷ്യൻ്റ് ചെല്ലണത്. അതും നല്ല വയലൻ്റ് ആയിട്ടാണ് പോണത്. വയലൻ്റ് ഭയങ്കര ഒച്ചയല്ല വിളിക്കണത്. ഈ പതുക്കെ വിളിക്കുകയല്ല. ആ വാർഡിൽ ആരും വിളിക്കണവരില്ല. ഇവർ മാത്രമാണ് ഈ ഒച്ചയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ 14 വാർഡിൽ വിടുന്നത്. ഭയങ്കര രീതിയിൽ ഒച്ചയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേദന അത്ര വേദനയാണ്. കാരണം ഇവിടെ നിന്ന് പോയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മുതുന്ന് ഒരു വേദന വന്ന് ഒരു വെയിൻ വഴി ഇങ്ങനെ വന്ന് നെഞ്ചിൽ വന്നും നെഞ്ചങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതും പോലെ തോന്നി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഇവർക്ക് ആക്കുമെന്ന് നോക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ചെയ്യാൻ പറ്റും നമുക്ക്? ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത അലംഭാവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നെഞ്ചുവേദനയെ തുടർന്ന് ഒരു രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. ആ രോഗിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കേണ്ടതിന് പകരം ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല വിഭാഗങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ, നഴ്സുമാരും ഡോക്ടർമാരും അടക്കമുള്ളവർ കൈയൊഴിഞ്ഞു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. രാത്രി 1 മണിയും 2 മണിയുമായിട്ടും കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നില്ല. 4 മണിയോടുകൂടി രോഗി മരിച്ചു. അത് ആശുപത്രിയുടെ അലംഭാവം കാരണമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത്.